സർക്കാർ സംവിധാനത്തിൽ പൂർണ്ണമായി സൗജന്യമായിട്ടുള്ള ചികിത്സ, അതിൻ്റെ തുടർ ചികിത്സ എന്തൊക്കെ വേണം എന്നുള്ളത് കൂടി സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ചികിത്സ സൗജന്യമായി തന്നെ സർക്കാർ സംവിധാനത്തിൽ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞാനിങ്ങനെ കേട്ടു, അത് തീർച്ചയായിട്ടും പരിശോധിക്കാം. അത് സർക്കാർ സംവിധാനത്തിൽ ഒരിക്കലും അത് ചെയ്യാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ തന്നെ 18 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് നമ്മൾ ചികിത്സ നൽകുന്നത്. അതല്ലാതെ വീണ്ടും പ്രത്യേകിച്ച് ഈ കേസിൽ അങ്ങനെ ചെയ്തു എന്നുള്ളത് അത് തീർച്ചയായിട്ടും പരിശോധിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും പറയും. തീർച്ചയായിട്ടും ഉണ്ട്. അഡീഷണൽ ഡയറക്ടർ, അതായത് അത് അഡീഷണൽ ഡയറക്ടറുടെ റിപ്പോർട്ട് ACSന് നൽകിയിട്ടുണ്ട്. ACSും വകുപ്പ് അത് പരിശോധിച്ച് എനിക്ക് നൽകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും നടപടിയുണ്ടാവും. ഇതിൽ നമ്മുടെ ഓരോ മെഡിക്കൽ കോളേജുകളിലും ബയോമെഡിക്കൽ വേസ്റ്റ് ആണോ ഉദ്ദേശിച്ചത്? അപ്പോൾ ഇത് ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മുടെ ഓരോ സ്ഥാപനങ്ങളും, നമ്മുടെ താലൂക്ക് ആശുപത്രികളും നമ്മുടെ എല്ലാ ചെറിയ ആരോഗ്യ സ്ഥാപനങ്ങൾ വരെയുള്ള ഇടങ്ങളിൽ നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് രണ്ട് കമ്പനികൾക്കാണ് കൊടുക്കുന്നത്, 2 സ്ഥാപനങ്ങൾക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് പണം കൊടുത്താണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ പേ ചെയ്യുന്നുണ്ട്, ഓരോ മെഡിക്കൽ കോളേജും പേ ചെയ്യുന്നുണ്ട്, RCC പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ബയോമെഡിക്കൽ വേസ്റ്റ് വളരെ ഗുരുതരമായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുന്നതാണ് എന്നുള്ളത് കണ്ടുകൊണ്ടാണ് അതിൻ്റെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റും അത് പ്രോപ്പറായി സംസ്കരിക്കണം എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ആശുപത്രികളിലും അത് സംബന്ധിച്ച് അതിന് പ്രത്യേകമായി സർക്കാർ പണം അനുവദിച്ചുകൊണ്ട് ബയോമെഡിക്കൽ വേസ്റ്റ് ഇങ്ങനെ കമ്പനികൾക്ക്, കാരണം നമുക്കതിൻ്റെ സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് ആ സംവിധാനങ്ങളുള്ള കമ്പനികൾക്ക് നൽകുന്നത്. അപ്പോൾ ഈ കമ്പനികൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതെ, അല്ല അത് നമുക്ക് സർക്കാരുമായിട്ട് ബന്ധമില്ലല്ലോ. സർക്കാരിന് യാതൊരു ബന്ധവുമുള്ള സ്ഥാപനവുമല്ല, അത് മറ്റൊരു സംവിധാനത്തിലുള്ള ഒരു സംഘടനയുടേതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കപ്പെടേണ്ടതാണ്, അത് സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഏത് തലത്തിലാണ് ഇത് ആവശ്യമുള്ളത് ആ തലത്തിൽ തന്നെ. ഇല്ല, പ്രധാനമായിട്ടും 2 സംവിധാനങ്ങളിലാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ഇത് പോകുന്നത്. ഏറ്റവും കൂടുതൽ ഇമേജിനാണ് പോകുന്നത്, കൂടുതൽ സ്ഥാപനങ്ങളിൽ നിന്ന്. വളരെ ചുരുക്കം അല്ലാതെയും പോകുന്നു, അല്ലാതെ പക്ഷേ ഞാൻ പറഞ്ഞ 2ാമത്തെ സ്ഥാപനത്തിനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനും സംസ്കരിക്കുന്നതിനും വേണ്ടിയിട്ട് പണം കൊടുത്തുകൊണ്ടാണ് അവർ ഇത് എടുത്തുകൊണ്ട് പോകുന്നതിന് നമ്മൾ പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ആ സംവിധാനങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കപ്പെട്ടു. അല്ല, അതപ്പോൾ ഏത് കമ്പനിയാണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പരിശോധിക്കണം. അത് RCC ആ നിലയിൽ പ്രോപ്പറായി തന്നെ അവിടെ നിന്നുള്ള വേസ്റ്റ് ഇതിൻ്റെ ബയോമെഡിക്കൽ വേസ്റ്റിനൊപ്പം പോയതാണോ ആയിരിക്കാം, ആ ബയോമെഡിക്കൽ വേസ്റ്റിനൊപ്പം പോയിട്ടുള്ളതാണോ എന്നുള്ളത് ആയിരിക്കാം. അല്ലാതെ ബാക്കി ശരി, അത് ശരി. അപ്പോൾ അതാരാണ് ചെയ്തത് എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ സർക്കാർ ഏതെങ്കിലും തരത്തിൽ അതിൽ സ്വീകരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് നോക്കും. ഏതായാലും ആരോഗ്യവകുപ്പ് ഇത് സംബന്ധിച്ച പരിശോധന നടത്തും. നമ്മൾ ഇത് പേ ചെയ്ത് ഈ മാലിന്യം അവർക്ക് കൊടുക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്, അത് സംസ്കരിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതിലെ മറ്റു കാര്യങ്ങളാണല്ലോ നമ്മൾ അവരുമായിട്ട് വെച്ചിട്ടുള്ള എഗ്രിമെൻറ്റും മറ്റ് ആണ് നമ്മൾ സാധാരണയായിട്ട് അവിടെ വരെയാണ് മെഡിക്കൽ കോളേജുകളുടെയോ മറ്റ് RCCയുടെയോ ഉത്തരവാദിത്തം അവിടെ വരെയാണ്. പക്ഷേ പൊതുവായി ഇങ്ങനൊരു സ്ഥിതി ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും അത് പരിശോധിക്കാം.